ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്കോഡ് ഡൗൺലോഡ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പ്രോഗ്രാമിന്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് പ്രോഗ്രാമിന്റെയും ബേസിക് എന്ന് പറയുന്നത് ഡേറ്റ ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ് ആണ്. ഈ മാനേജ്മെന്റിംഗ് എളുപ്പമാക്കാൻ കോഡിങ്ങിലുള്ള രണ്ട് കൺസെപ്റ്റ്സ് ആണ് വേരിയബിൾ ആൻഡ് കോൺസ്റ്റൻസ്. എന്താണ് വേരിയബിൾ? വേരിയബിൾ ഈസ് എ നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷൻ. നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിലെ ഒരു നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് വേരിയബിൾ. ഇത് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മുടെ ഡേറ്റ. നെക്സ്റ്റ് പോയിന്റ് ആണ് ദ വാല്യൂ ഓഫ് വേരിയബിൾ ക്യാൻ വേരി. അതായത് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സമയത്ത് വേരിയബിളിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ കീവേഡ് ദാറ്റ് യൂസ്ഡ് ടു ഡിനോട്ട് ദ വേരിയബിൾ ഈസ് var precedes the variable name. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. var number is equal to 5. ഇതിൽ നമ്പർ എന്ന വേരിയബിളിലേക്ക് 5 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ. പ്രോഗ്രാം എക്സിക്യൂഷന്റെ ഇടയിൽ കറന്റ്ലി അസൈൻ ചെയ്തിരിക്കുന്ന 5 എന്ന വാല്യൂ പ്രോഗ്രാമിന്റെ ഏത് സ്റ്റേജിലും ചേഞ്ച് ചെയ്യുവാനുള്ള പ്രൊവിഷൻ പ്രോഗ്രാമർക്ക് var എന്ന കീവേഡ് നൽകുന്നു. അടുത്ത കൺസെപ്റ്റ് ആണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റും ഒരു നെയിംഡ് സ്റ്റോറേജ് കണ്ടെയ്നർ ആണ് ഫോർ സ്റ്റോറിംഗ് ദ ഇൻഫർമേഷൻ. കോൺസ്റ്റന്റ് എന്ന കൺസെപ്റ്റിൽ വൺസ് വാല്യൂ സെറ്റ് ചെയ്താൽ പ്രോഗ്രാമിന്റെ അവസാനം വരെ ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. യൂസ് ചെയ്യുന്ന കീവേഡ് ലെറ്റ്. സ്ഥിരമായി നിലനിൽക്കുന്നതും മാറ്റേണ്ട ആവശ്യമില്ലാത്തതുമായ ഡേറ്റ സംഭരിക്കുന്നതിനായിട്ടാണ് കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നത്. സ്വിഫ്റ്റിൽ കഴിയുമെങ്കിൽ എപ്പോഴും ലെറ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. യൂസേജ് വരുന്നത് ലെറ്റ് സ്പേസ് പാരാമീറ്റർ നെയിം. ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് പൈ വാല്യൂ ഇസ് ഈക്വൽ ടു 3.14. പൈ വാല്യൂ എന്ന് പറയുന്ന പാരാമീറ്ററിലേക്ക് ഓർ കോൺസ്റ്റന്റിലേക്ക് 3.14 എന്ന വാല്യൂ അസൈൻ ചെയ്തു. ഇനി പ്രോഗ്രാമിന്റെ എൻറ്റയർ ലൈഫിൽ പൈ വാല്യൂവിന് വേറെ ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ സ്വിഫ്റ്റ് കമ്പൈലർ അനുവദിക്കില്ല. സോ സ്വിഫ്റ്റിലെ എസെൻഷ്യൽ കൺസെപ്റ്റ്സ് ആയ വേരിയബിൾ ആൻഡ് കോൺസ്റ്റൻസ് നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കവർ ചെയ്തു. കൂടുതൽ ഡീറ്റെയിൽസ് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. താങ്ക് യു.